MLA ഹോസ്റ്റലിലെയോ MLA മാർക്കിടയിലെയോ മാത്രം പ്രശ്നമാണ് എന്ന് തോന്നുന്നില്ല. എവിടെ ചെന്നാലും ഭീഷണിയും ഗൂഢാലോചനയുമാണ്. കേരളത്തിൽ എവിടെയും ഭീഷണിയാണ്. ഇന്ന് സമകാലിക ലോകത്തിൽ സമാന മനസ്കരായി ഒരേ തൂവൽ പക്ഷികളായി നമുക്ക് മൂന്ന് പേരെ സമാനരായി കാണാൻ സാധിക്കും. അമേരിക്കയിലെ പ്രസിഡന്റ് ട്രംപ്, ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി, കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ. ട്രംപ്, മോഡി, പിണറായി ഒരേ തൂവൽ പക്ഷികളായി ഒരാൾ ലോകത്തിന് ഭീഷണി ഉയർത്തുന്നു, മറ്റൊരാൾ ഇന്ത്യക്ക് ഭീഷണി ഉയർത്തുന്നു, മൂന്നാമതൊരാൾ ഇത് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ അമ്മാനമാടുന്ന തകർക്കുന്ന അവസ്ഥയിലേക്ക് നിൽക്കുന്നു. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭീഷണി ചൂണ്ടിക്കാട്ടുക മാത്രമല്ല കേട്ടോ സുധീർജി ചെയ്തത്, നന്നായൊന്ന് ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. ബ്രിട്ടീഷ് ഭരണകൂടത്തെ തുരത്തിയ നാടാണ് ഭാരതം. നരേന്ദ്രമോദി അതോർക്കണം. പിണറായി സർസിപിയുടെ അനുഭവം ഓർക്കുന്നത് നന്നായിരിക്കും. ട്രംപിന്റെ കാര്യം ഞാൻ അമേരിക്കൻ ജനതയ്ക്ക് വിട്ടുകൊടുക്കുന്നു. മോദിയുടെ തടി കേടാവില്ല, ഇന്ത്യ വിട്ട് ഗുജറാത്തിലേക്ക് ഓടിപ്പോയാൽ മതിയാവും. ട്രംപിൻ്റെ കാര്യം അത് അമേരിക്കക്കാർക്ക് വിട്ടു. പക്ഷേ പിണറായി വിജയൻ്റെ കാര്യം അങ്ങനെയല്ല. തടി കേടാവും, ചോര വരും. സർസിപിയുടെ അനുഭവം കാത്തിരിക്കുന്നുണ്ട് എന്നാണല്ലോ സുധീരൻ പറഞ്ഞത്. സർസിപിയുടെ അനുഭവം എന്തായിരുന്നു എന്നറിയില്ലേ? കൊടുവാളുകൊണ്ട് മൂക്കിന് വെട്ടേറ്റ് മൂക്ക് മുറിഞ്ഞിട്ടാണ് സർസിപി രാമസ്വാമി അയ്യർ കേരളം വിട്ടുപോയത്. പിണറായി സർസിപിയുടെ അനുഭവം ഓർക്കുന്നത് നന്നായിരിക്കും.